എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മഹേഷിന് ഫയൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വിവേക് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് സുചിത്ര അവിടെ ഉണ്ടായിരുന്നു. സുചിത്രയാണ് പോയി കഥ തുറക്കുന്ന. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കിട്ടിഞ്ഞപ്പം നോയി കഴിഞ്ഞപ്പോ വിവേകനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുചിത്ര ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഈയൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ള രീതിയിലായിരുന്നു നോട്ടം. ആ സമയത്ത് സുചിത്രയോട് ചോദിച്ചു, മഹേഷ് ഇല്ലേ അകത്തുനിന്ന് ചോദിക്കോ? ഉണ്ട്. സുചിത്രയ്ക്ക് സുഖമാണെന്ന് ചോദിക്കുകയാണ്. അതേന്ന് ഒറ്റ ബാക്കി സുചിത്ര മറുപടി പറഞ്ഞോളൂ. പിന്നീട് സുചിത്ര അകത്തേക്ക് കയറി വരിക. ആ സമയത്ത് മഹേഷ് ചോദിച്ചു, അല്ല ഇത്ര പെട്ടെന്ന് വന്നോ വിവേകെന്ന് ചോദിക്കുക. അതേ, മഹേഷ് വിളിച്ചു പറഞ്ഞ ഉടനെ ഞാൻ പോന്നെന്ന് പറയണ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇഷിത, ആഹാ ഇതാര്? വിവേക വാ വന്നിരിക്കുക എന്നൊക്കെ പറയാണ്. പിന്നീട് വിവേകിനുള്ള ചായയൊക്കെ എടുക്കുവാണ്. വിവേകിന് ചായ കൊണ്ടേ കൊടുത്തു. പിന്നീട് സുഖമാണ്, വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തിരക്കുന്നുണ്ട്. ഈ സമയമെല്ലാം സുചിത്ര ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ്. അപ്പൊ സുചിത്രയുടെ മുഖം വിവേക് ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ഒരു കാലത്ത് കുറച്ചു നാള് പ്രണയിച്ച് നടന്നതല്ലേ, അപ്പൊ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പക്ഷെ ഇപ്പൊ ഇവൾക്ക് തന്നോട് അകൽച്ചയാന്നുള്ള കാര്യം അറിയാം. പക്ഷെ ഇവളെ എങ്ങനെയായാലും ഒന്ന് സോപ്പിട്ട് കൂടെ കൊണ്ടുവരണം. താൻ കാരണമാണ് എല്ലാം നശിപ്പിച്ച, താനാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്നൊരു ചിന്ത വിവേകന്റെ മനസ്സിലേക്ക് വരിക. ആ സമയം സുചിത്രയുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഇഷിതച്ചു, എന്താ സുജി നീ എന്താ ഇങ്ങനെ നോക്കണമെന്ന് ചോദിക്കേ. ഏയ് ഒന്നുമില്ല എന്ന് പറയണ. നിനക്ക് വിവേകനോട് ദേഷ്യമുണ്ടോ? എന്തിനാ? ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയണ. പിന്നീട് ഫയൽസ് കൊണ്ടേ കൊടുത്തിട്ട് മഹേഷിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ നാളത്തെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിവേക് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ മഹേഷും വിവേകും ഇരുന്ന് ആ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുവാണ്. ഈ സമയത്തെല്ലാം വിവേകിന്റെ കണ്ണുകള് സുചിത്രയെ തേടി പോകുന്നുണ്ട്. എങ്ങനെ അവളെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം, അവളുടെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും ഒന്ന് മാറ്റിയെടുക്കണം. ഇനിയിപ്പൊ അധികം വൈകിപ്പിച്ചുകൂടാ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരിക. എന്താ ഒരു മാർഗമുള്ളേ, അവളെ ഒന്ന് സെറ്റ് ആക്കണല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓർത്ത് ഒരു കാര്യം ചെയ്യാം, ഒരു പേപ്പർ എഴുതി കൊടുക്കുക. ഇനിയിപ്പോൾ അവൾ തന്നോട് സംസാരിച്ചില്ലെങ്കിൽ ആ പേപ്പർ വായിച്ചിട്ടെങ്കിലും അവൾക്ക് തനിക്കൊരു മറുപടി തരാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, വിവേക് അവിടെ എഴുന്നേറ്റിട്ട് പതുക്കെ ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ എഴുതുവാണ്. ഇങ്ങനെ പോയാൽ മതിയോ, നമുക്കൊന്നാവണ്ടേന്ന്, ഒന്ന് ചേരണ്ടേന്ന് എഴുതുക. പിന്നീട് ആ പേപ്പർ സുചിത്ര കാണാൻ പാകത്തിന് കൊണ്ടുപോയി അടുക്കളയുടെ ആ സ്റ്റവിന്റെ അങ്ങോട്ടേക്ക് വെക്കുവാണ്. അപ്പൊ സുചിത്ര അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവള് കാണുമെന്ന് ഓർത്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചതാ. പക്ഷെ എന്ത് പറയാനാ, കൃത്യം ആ സമയത്തേക്ക് അങ്ങോട്ടേക്ക് വന്നത് ഇഷിതയാണ്. ഇഷിത ആ പേപ്പർ എടുത്തു. ഇഷിത ആ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ എഴുതിയിരിക്കുക, ഇങ്ങനെ നടന്നാ മതിയോ, നമുക്ക് രണ്ടും ഒന്നാവണ്ടേന്ന്. ഓഹോ, അപ്പൊ ആളുടെ ഇതാ. അപ്പം ഇഷിത ഓർത്തെന്താ, മഹേഷാണ് അത് എഴുതിയെന്ന് ഓർത്തോണ്ട് പെട്ടെന്ന് ഓർത്തു, കൊള്ള, ഇന്നിവിടെ ആരുമില്ല. ആ സമയത്ത് ആളുടെ മനസ്സിലിരിപ്പ് മനസ്സിലായി. എന്റെ ദൈവമേ, കാണിച്ചു കൊടുക്ക, ഇങ്ങോട്ട് കുറച്ച് അകലം പാലിക്കാതെ ഒരു രക്ഷയില്ല എന്നൊക്കെ വിചാരിക്കുകയാണ്. ആ സമയത്ത് ഈ പറയുന്ന വിവേക് അത് കണ്ടു. വിവേകിന് മനസ്സിലായി പണി പാളി എന്നുള്ള കാര്യം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിവേക് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയുടെ അടുത്ത് വന്നിട്ട് അവള് പറഞ്ഞു, സുചിത്ര പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്. എന്താ? ഇന്ന് രണ്ടുപേരും തന്നെയുള്ളെന്ന് പറയണം. അതിനിപ്പോ എന്താ? രണ്ടുപേരും തന്നെയുള്ള ദിവസം രണ്ടുപേർക്കും കോളല്ലേ. ഇത്ര നല്ലൊരു സൗകര്യത്തിൽ കിട്ടിയതല്ലേ, രണ്ടുപേർക്കും പ്രണയിക്കാൻ പറ്റിയ സമയമാന്ന് പറയണം. പിന്നെ പ്രണയിക്കാൻ പറ്റിയ സമയം ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് അധിക കാലമൊന്നും ആയില്ല നിങ്ങളുടെ. മതം ഇതുപോലും കഴിഞ്ഞിട്ടില്ല, പിന്നെന്താ കുഴപ്പം നിൽക്കും. ഇതേ സുജി, നീ കളിച്ച് കൂടുതലോ കിടന്ന് കളിക്കില്ല കേട്ടോ എന്നൊക്കെ പറയണം. ഓ, ഞാൻ പറയുന്ന ഇപ്പൊ തെറ്റ് എന്നൊക്കെ പറയണം. നിനക്ക് ഒരു പണിയില്ലേ, നീ പോയിക്കേന്ന് പറയണം. അങ്ങനെ സുചിത്രനെ പറഞ്ഞു വിടുവാണ്. ഈ സമയത്തൊക്കെ ഇഷിതയുടെ മനസ്സിൽ ആ ചിന്തകളായിരുന്നു എഴുതി വെച്ചിരുന്നേ. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, രണ്ടുപേർക്കും ഒന്നിക്കണ്ടേന്ന്. എന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെ ഇതായിരുന്നോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് മഹേഷിന് കാപ്പിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. കാപ്പിയൊക്കെ എടുത്ത് കൊടുത്ത സമയത്ത് മഹേഷ് ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴും ഓരോ അർത്ഥങ്ങളൊക്കെ വെച്ച് ഇഷിത ഇങ്ങനെ കൊട്ടു കൊടുത്തോണ്ടിരിക്കുക. മഹേഷിന് പക്ഷെ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്താ ഇവളിങ്ങനെയെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയം വിനോദിനെ കൊണ്ട് അൻസാരിദാസ് തന്റെ വീട്ടിലേക്ക് പോകണം. അപ്പം ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് ഇളയ മോളുടെ. അപ്പൊ ഇളയ മോൾക്കാണ് വിനോദിന് ഭയങ്കര കാര്യം. അപ്പൊ അവര് തമ്മിലുള്ള കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നു അൻസാരിദാസ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ മന്ത്രിയുടെ ഇളയ മോൾ അങ്ങോട്ട് ഓടി വരുവാണ്. ഓടി വന്ന് വിനോദിന്റെ അടുത്തേക്ക് നിന്നു. ഈ സമയം അൻസാരിദാസ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇവനെ കൂട്ടിക്കൊണ്ട് വരുമെന്ന്. ഇതേ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. വാ
വിനോദെന്ന് പറഞ്ഞ് വിനോദിനെ കയ്യെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവാണ്. വിനോദിന് വല്ലാത്തൊരു വീർപ്പുമുട്ടലൊക്കെ തോന്നി. തനിക്ക് അർഹതപ്പെടാത്ത എന്തോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട പോലെ ഒരു ഫീലിങ്സ്. അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരാനോ ഇവരുമായിട്ട് കമ്പനി ചേരാനോ വിനോദ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പണ്ടത്തെ വിനോദല്ലോ. വിനോദിന് നല്ല മാറ്റങ്ങളൊക്കെ അല്ലേ വന്നിരിക്കുന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, നിലനിൽപ്പിന് ഇതൊക്കെ അത്യാവശ്യമായിട്ട് തീരുള്ളൂ. ഇങ്ങനെ ഒരു കൂടിച്ചേരലും അത്യാവശ്യമാണ്. പിന്നീട് അൻസാരിദാസ് വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് വിനോദിനെ. പിന്നീട് പറഞ്ഞു വിനോദിനെ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അറിയാലോ, വിനോദിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങി. പിന്നീട് കേക്ക് കട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അൻസാരിദാസ് പറഞ്ഞു ആദ്യം വിനോദിന് കൊടുക്കുമ്പോളെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട, ആദ്യം അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറയാണ്. അങ്ങനെ അവർക്ക് കൊടുത്തു. പിന്നീട് വിനോദിന് കൊടുക്കുന്നുണ്ട്. വിനോദിന് എവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ. പിന്നീട് അൻസാരിദാസ് പറഞ്ഞു താനെന്താടോ വിനോദ് ഇങ്ങനെ നിൽക്കുന്നേ, ഇവിടെ ഇരിക്കുക, കുറച്ചേരം കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്നിട്ട് സദ്യ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഉണ്ടെന്ന് പറയണം. അത് പിന്നെ നേതാവേ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്ത് തിരക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ട്രീറ്റ് ഇവിടെ ആയിരിക്കും, ഇവിടെ ആഘോഷിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ അവിടെ വിനോദിനെ പിടിച്ചിരുത്തുവാണ്. പിന്നീട് മന്ത്രിയുടെ മോള് വിനോദിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അൻസാരിദാസിന്റെ മോള് വന്നിട്ട് ഭയങ്കരമായിട്ട് അടുത്തിടപഴകിരുന്ന് സംസാരിക്കുകയാണ്. വിനോദിന് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്ര അടുത്ത് വന്ന് ഇടപെടുകയുമ്പോൾ അവരെ എങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നേ. പിന്നീട് ചോദിച്ചാനൊക്കെ മറുപടി പറഞ്ഞു. കൂടുതലായിട്ടൊന്നും വിനോദ് ചോദിക്കാനും പോയില്ല. ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ലെന്നറിയാം. വിനോദിന് മനസ്സിൽ ഒരിക്കലും അവൾക്കൊരു ഇടവില്ല. വിനോദിന് മനസ്സിലുള്ള സുഹിത്രനാണല്ലോ ഇഷ്ടമുള്ളത്. പക്ഷെ അതിപ്പോ തുറന്നു പറയാൻ പറ്റില്ല. തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കും അത് വഴിയൊരുക്കുമെന്നറിയാം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതൊക്കെ ഒഴിവാക്കി വിട്ടേ മതിയാവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് മിണ്ടായിരിക്കണേ. പിന്നീട് വിനോദ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. ആ സമയത്ത് സുഹിത്ര ചോദിച്ചല്ല, തിരക്കാന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയിട്ടോ പിന്നെ കണ്ടേ ഇല്ലോ എന്ന് പറയണം. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. മന്ത്രിയുടെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പറയാം. ഓ, മന്ത്രിയുടെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെയാ പോകുന്നല്ലേന്ന് ചോദിക്കാം. എന്താ അങ്ങനെ പറഞ്ഞേ? എങ്ങനെയുണ്ട് മന്ത്രിയുടെ മോള്? കാണാൻ സൂപ്പർ ആണെന്ന് ചോദിക്കും. അതെ, നല്ല സൂപ്പറാ. മന്ത്രി എനിക്ക് വേണ്ടിയിട്ട് അവളെ ആലോചിക്കുകയും ചെയ്താന്ന് പറയാം. ഓ, അങ്ങനെയാണോ? എന്നാ ഒരു കാര്യം ചെയ്യും, അവളെ അങ്ങോട്ട് കെട്ടി സുഖമായിട്ട് ജീവിച്ചാൽ മതി, എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യണം. വിനോദിന് ചിരി വന്നു. കാരണം സുഹിത്രയുടെ മനസ്സിൽ ആ ഒരു അസൂയ വന്നെന്ന് വിനോദിന് മനസ്സിലായി. പെട്ടെന്ന് വിനോദ് തിരിച്ചു വിളിക്കണം. ആ സമയം സുഹിത്ര പറഞ്ഞു, ഓ, നമ്മൾക്ക് അത്ര വലിയ സൗന്ദര്യമൊന്നും ഇല്ല, പിന്നെ നമ്മള് ഈ പറഞ്ഞ മന്ത്രിയുടെ മോളും അല്ല, അതുകൊണ്ട് നമ്മളെ ഒന്നും ആർക്കും ഒരു വിലയില്ലെന്ന് പറയാം. എന്നാര് പറഞ്ഞു? അതിന് ഞാൻ അവളെ കല്യാണം കഴിക്കുന്നു പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അതിന് ഞാനല്ലേ തീരുമാനം എടുക്കണേ എന്നൊക്കെ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുഹിത്രയ്ക്ക് സമാധാനം സന്തോഷമായി. പിന്നീട് വൈകുന്നേരമായി, രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളും അവരൊന്നും വന്നിട്ടില്ല. ആ സമയത്ത് ഇഷിത ഇരിക്കുക. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മഴയ്ക്കുള്ള ആരംഭമുണ്ട്. പുറത്ത് മഴ പെയ്യുമ്പോഴത്തേനും ഇഷിതയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത് പോകാനായിട്ട്. പക്ഷെ ഭയങ്കര ഇടി കുടുങ്ങി. ഇടിയൊക്കെ കുടുങ്ങി കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷൻ. ഇടി കുടുങ്ങി അപ്പത്തേനും മഹേഷ് വന്നിട്ട് പറഞ്ഞു, ഓ, ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും മഴയത്ത്. ആ തണുപ്പത്ത് കിടന്നുറങ്ങാൻ ഒരു പ്രത്യേക സുഖമാണല്ലോ എന്ന് പറയണം. ഇതുകൂടെ കേട്ടതും ഇഷിതയുടെ നെഞ്ചൊന്ന് കിടുങ്ങി. എന്റെ ഭഗവാനെ, ഇങ്ങനെ ഇതെന്തു ഭാവിച്ചാ? ഇന്നാണെങ്കിൽ എഴുതി തരുകയും ചെയ്തു, ഇങ്ങനെയൊക്കെ നടന്നു പോയാൽ മതിയോ, രണ്ടുപേർക്കും ഒന്നാവണ്ടേന്ന്. അത് പക്ഷെ ഇഷിതയുടെ തെറ്റിദ്ധാരണയായിരുന്നു. മഹേഷ് എഴുതിയെന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പൊ ഇഷിത ഓർത്ത് വേണ്ട, ഇന്നവിടെ കിടക്കാൻ പോണ്ട. കിടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എഗ്രിമെന്റ് ഒക്കെ തെറ്റിക്കും ഇങ്ങേര്. അത് ശരിയാവത്തില്ല, എഗ്രിമെന്റ് തെറ്റിച്ചാൽ ശരിയാവത്തില്ല. മഹേഷ് പിന്നീട് കിടക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഇഷിത എന്ത് ചെയ്യണം? ഹാളിൽ തന്നെ ഇരിക്കുകയാണ്. ഹാളിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോയില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ ഇഷിതേനെ കണ്ടില്ല. അപ്പൊ വന്ന് നോക്കിയപ്പോ ഇഷിത എന്ത് ചെയ്യാണ്? ആ സെറ്റിയിൽ ഇങ്ങനെ കിടക്കും. ഒരു തലയണയൊക്കെ വെച്ച് ഒരു പുതപ്പ് പോലും പതിക്കാതെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് മഹേഷ് ഓർത്തു, ഇവൾക്ക് ഇത് എന്തു പറ്റി? ഇന്നലെ വരെ തൻ്റെ കൂടെ കിടന്ന പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇവിടെ വന്ന് കിടക്കണു. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനിയിപ്പം അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? മഹേഷിന്റെ കാര്യം എന്താന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് മഹേഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇഷിതനെ എഴുന്നേൽപ്പിക്കാനായിട്ട് തലവേണയിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. എഴുന്നേക്കാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇഷിത ഞെട്ടി കണ്ണുറന്നു. എന്താ നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോണെന്ന് ചോദിക്കാം. എന്താ ചെയ്യാൻ പോകുന്നത്? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കാം. പിന്നെ അല്ലാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനും അമ്മയില്ലെന്ന് ഓർത്തോണ്ട് അധികം സ്വാതന്ത്ര്യം എടുത്തോണ്ടല്ലോ. എന്ത് സ്വാതന്ത്ര്യം? ഞാനൊരു സ്വാതന്ത്ര്യം എടുക്കാൻ വന്നില്ലല്ലോ എന്ന് പറയണം. നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആര് തെറ്റിച്ചു? ഞാൻ തെറ്റിച്ചല്ലോ എന്ന് പറയണം. വേണ്ട വേണ്ട, കള്ളത്തരം എന്നോട് എടുക്കണ്ട എന്നൊക്കെ ഇഷിത പറയണം. ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, നിനക്കെന്താ, നിനക്ക് തലയ്ക്ക് ഭ്രാന്തായോ എന്നൊക്കെ ചോദിച്ചിട്ട് മഹേഷും പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അവരൊന്നാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനി അധികം വൈകാൻ തന്നെ അവരെങ്ങനെ ഒന്നിക്കും. ഇനിയിപ്പോ അന്നത്തെ രാത്രിയിൽ അവളുടെ രാത്രിയാണ്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.